ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന അമ്മയെയും ഈ രണ്ട് പെൺമക്കളെയും കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഉണ്ണിവാവ വ്ളോഗ്സ് എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. വളരെ നല്ല രീതിയിൽ വ്ളോഗിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നൊരു ചാനലാണിത്. കുറച്ച് പ്രമോഷൻസും അതുപോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ചാനലിലൂടെ നമ്മൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വളരെ സങ്കടകരമായൊരു കാര്യം ഈ അടുത്ത ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. ആ സംഭവം നടന്നിട്ട് ഇപ്പം ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഭർത്താവ്, അതായത് ഈ രണ്ട് പെൺമക്കളുടെയും അച്ഛൻ ഗൾഫിലായിരുന്നു. അവിടെ ഗൾഫിൽ ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം ഒരു 2 ആഴ്ച മുന്നേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ മരണവാർത്തയായി ബന്ധപ്പെട്ട് ഇവരൊരു കറക്റ്റ് എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യൂവേഴ്സും ഇവർക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ കമൻറ്റ് രൂപത്തിലും മെസ്സേജ് രൂപത്തിലും ഇവരെ സമീപിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന രൂപത്തിൽ ഇവരൊരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു വീഡിയോ ഇവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ അവസ്ഥയും അവരുടെ പ്രസൻറ്റ് കണ്ടീഷനും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവരെ കാര്യമറിയാതെ കുറ്റപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത് എന്ന് അവർക്ക് കാര്യം അറിയില്ല എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവരൊരു വീഡിയോ ഇട്ടു. ഈ മരണത്തിൽ അവർക്ക് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ വിളിച്ച് HR സംസാരിച്ചപ്പോൾ അവർ നല്ല രീതിയിലല്ല ഇവരോട് സംസാരിച്ചത്. ഇവരുടെ ഹസ്ബൻഡിൻ്റെ ബോഡി ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ പേഴ്സണൽ തിങ്സ്, അതായത് പേഴ്സ്, ATM കാർഡ്, വാച്ച്, ബ്രേസ്ലെറ്റ്, മാല ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ ബോഡിയുടെ കൂടെ അയച്ചിരുന്നില്ല. ഇങ്ങനെ തുടങ്ങി പല സംശയങ്ങളും ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ പബ്ലിക് കേരളയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അത്രയും ക്ലോസ്ഡ് ആയിരുന്നു വ്യൂവേഴ്സ് ഇവരുമായിട്ട്. കാരണം ഇവരുടെ റെഗുലറായിട്ട് വീഡിയോ കാണുന്ന ഇവരുടെ കുറേ ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലുള്ള വ്യൂവേഴ്സും യൂട്യൂബിലുള്ള വ്യൂവേഴ്സും ഒക്കെ ഇവർക്ക് നല്ല കമൻസായും മോശം കമൻസായിട്ടും ഒക്കെ അവരുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒരുപാട് നല്ല കമൻസും അതിൻ്റെ കൂടെ ഒരുപാട് നെഗറ്റീവ് കമൻസും ഇവർക്ക് വരുന്നുണ്ടായിരുന്നു ഇവരുടെ അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച്. അപ്പോൾ അതിനെപ്പറ്റി ഇവർക്ക് പറയാനുള്ളത്, ഇവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഈ 2 കുട്ടികളുടെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് ഇവർക്കറിയില്ല. ഗൾഫിൽ നിന്നും മരിച്ചതാണ്. അപ്പോൾ അവർ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോഴൊന്നും യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന മനുഷ്യൻ പെട്ടെന്നൊരു എന്തോ ഒരു കാരണം കൊണ്ടാണ് മരിച്ചത്. ആ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തണം. അതുപോലെ തന്നെ കമ്പനിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പ്രേക്ഷകരായ നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരുപാട് വ്യൂവേഴ്സ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടും മറ്റു പല ആൾക്കാരും ഇവരുടെ നെഗറ്റീവായിട്ടും പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ എന്ത് കാര്യമാണെങ്കിലും നല്ലത് പറയാനും മോശം പറയാനും കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർ പറയുന്നത്, ഈ 2 പെൺമക്കളും പറയുന്ന അമ്മക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞ് അമ്മയെ ടോർച്ചർ ചെയ്യരുത്. ഇനി നമുക്ക് അമ്മ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇവരുടെ സംശയങ്ങൾ അവിടെയും തീരുന്നില്ല. ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഈ മരണത്തിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ഇവരുടെ സംസാരം കേൾക്കുന്ന പ്രേക്ഷകരായ നമുക്കും ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ചാനലിൽ ഇവരുടെ ഹസ്ബൻഡിനെയും കാണിക്കാറുണ്ടായിരുന്നു. 2 വർഷം കൂടുമ്പോൾ ആൾ ഗൾഫിൽ നിന്നും നാട്ടിലോട്ട് വരുന്ന സമയത്താണ് കൂടുതലും വ്ളോഗിങ്ങിൽ കാണാറുള്ളത്. അപ്പോഴൊക്കെ സജീവമായി ഭാര്യയുടെയും മക്കളുടെയും കൂടെ വ്ളോഗിങ്ങിൽ ഇദ്ദേഹവും പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായിരുന്നു ഈ ഉണ്ണിവാവ വ്ളോഗ്സിലെ ഈ മരിച്ച ആൾ. ഭർത്താവിനെ ഞങ്ങൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. കുട്ടികളുടെ സ്കൂൾ ഫീസ് ആയിക്കോട്ടെ, വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇവർ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഗൾഫിൽ നിന്നും അയച്ചു തരുന്ന പണം വീട്ടിൻ്റെ ലോൺ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ചില ലോണിൻ്റെ ആവശ്യങ്ങൾക്കും മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല 1 ലക്ഷം രൂപയുടെ അടുത്ത് സാലറി കിട്ടുന്ന ഇദ്ദേഹം ഈ വൈഫിനും മക്കൾക്കും അയച്ചു കൊടുക്കുന്നത് ആകെ 25,000 രൂപയാണെന്നാണ് ഇവർ പറയുന്നത്. ബാക്കി പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാക്കി ക്യാഷ് എങ്ങനെ പോകുന്നു എന്ന് ഇവർക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും വേണമെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഇവരുടെ ഭർത്താവിൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഇൻ്റർവ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മ പറയുന്നത് എൻ്റെ മകനെ കൊന്നത് അവൻ്റെ ഭാര്യ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഉണ്ണിയുടെയും വാവയുടെയും അച്ഛൻ മരിക്കാനുള്ള മെയിൻ കാരണം ഇവരുടെ അമ്മയാണെന്നാണ് ഇവരുടെ ഭർത്താവിൻ്റെ അമ്മ പറയുന്നത്. ഈ ഇൻ്റർവ്യൂവിൽ ഇവരുടെ മരുമകളെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ട് ഈ അമ്മ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിലെല്ലാം ശരിയാണോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല.
പറ്റില്ല. രണ്ട് ഭാഗങ്ങളും കേട്ടിട്ട് മാത്രമേ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റൂ. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവസാനിക്കുന്നത് വരെ ഈ അമ്മ ഈ മരുമകളെ കുറ്റം പറയുക മാത്രമാണ് ഉണ്ടായത്. തൻ്റെ മരുമകൾ കുടുംബത്തിലോട്ട് കാലെടുത്ത് വന്നത് മുതൽ തൻ്റെ മകനൊരു സമാധാനം എന്ന് പറഞ്ഞ സംഭവം കിട്ടിയിട്ടില്ല. മരിക്കുന്നതിൻ്റെ സെക്കൻഡ് മുന്നേ വരെ ഭാര്യയുമായി വിളിച്ച് സംസാരിച്ചിരുന്നു. ആ സമയം വരെ അവൾ സമാധാനം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അവൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് ഈ അമ്മ പറയുന്നത്. ഒരിക്കലും ഒരു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ എൻ്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല. മകന് സാമ്പത്തികമായി ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ അമ്മ തീർത്തും പറയുന്നത്. പക്ഷേ ഉണ്ണിവാവ വ്ളോഗ്സിലൂടെ ഈ അമ്മയും രണ്ട് പെൺമക്കളും പറയുന്നത് വീടിന് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 25,000 രൂപ മാസം വീടിന് ലോൺ അടക്കണം. ആ ലോൺ അടക്കേണ്ട എമൗണ്ട് മാത്രമാണ് തൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്നും അയച്ചു തരുന്നത് എന്നാണ് ഉണ്ണിവാവ വ്ളോഗ്സിലൂടെ ഇവർ പറയുന്നത്. ഒരു ഫാമിലിയിൽ പല സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ അറിയൂ. നമ്മളൊരു കാര്യം ചിലപ്പോൾ അമ്മയോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ പറഞ്ഞില്ല എങ്കിൽ അവരൊരിക്കലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്മ അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല. ഈ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മകൻ നാട്ടിൽ ലോറി ഡ്രൈവറായിരുന്നു. ആ സമയത്ത് മകൻ്റെ ലോറിയുടെ ഉടമയായ ഈ മുതലാളിയാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പൈസയും എടുത്തത് മുതലാളിയാണ്. എൻ്റെ മകന് ഒരു തരി പോലും വീടിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക ബാധ്യതയില്ല എന്നാണ് ഈ അമ്മ പറയുന്നത്. ഒരിക്കലും ഒരാൾ അല്ലെങ്കിൽ ഒരു മുതലാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ നമുക്ക് വീട് എന്ന് പറയുന്നത് ഒരു 5-10 രൂപയുടെ കാര്യമല്ല, ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും ലക്ഷങ്ങൾ ഏതൊരു വലിയ മുതലാളി ആയിക്കോട്ടെ തൻ്റെ തൊഴിലാളിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ അമ്മ അറിയാത്ത കാര്യത്തിൽ പറയാൻ പാടില്ലായിരുന്നു. അത് കംപ്ലീറ്റ് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. തൻ്റെ മകൻ ഗൾഫിൽ നിന്നും അയച്ചു കൊടുക്കുന്ന പൈസ ഈ ഭാര്യയും മക്കളും ദൂർത്തടിക്കുകയാണ് എന്ന രീതിയിലാണ് ഈ അമ്മ അല്ലെങ്കിൽ ഈ മദർ ഇൻ ലോ പറയുന്നത്. എൻ്റെ മകൻ്റെ മരണം അവൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞങ്ങളെയൊക്കെ വിളിച്ചറിയിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. അതിനോടൊന്നും നമുക്ക് കംപ്ലീറ്റ് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരിക്കലും ഒരു ഭാര്യ നമ്മുടെ ഭർത്താവ് മരിക്കണമെന്ന് ആഗ്രഹിക്കില്ല. കാരണം അവരുടെ വ്ളോഗിൽ അവരത്രയും ഹാപ്പി ആയിട്ടാണ് ഇവരുടെ ഭർത്താവുമായിട്ട് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായത്. നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഒരിക്കലും സോഷ്യൽ മീഡിയ ജീവിതം റിയൽ ആവണം എന്നൊന്നുമില്ല. പക്ഷേ എന്നാലും അവരുടെ വ്ളോഗിങ്ങിലും കാര്യങ്ങളൊക്കെ അവരുടെ അച്ഛനെ പറ്റി അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ പറ്റി അത്രയും സ്നേഹത്തോടെ നല്ല കാര്യമായിട്ടൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ ആളുടെ പെരുമാറ്റത്തിലൊന്നും നമുക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഈ അമ്മ പറയുന്നത് കല്യാണം കഴിച്ച് വന്ന നാൾ മുതൽ ഇവൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ അമ്മായിയമ്മ പറയുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ സ്നേഹബന്ധം കണ്ട് ഈ വന്ന മരുമകൾ ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവൾ തന്നെ നമ്മുടെ കുടുംബം ചിഹ്നം ഭിന്നമാക്കി എന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. അതിനെതിരെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഉണ്ണിവാവ വ്ളോഗ്സ് ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മായിയമ്മ ഒരിക്കലും അമ്മയാവില്ല എന്നുള്ളത് നമുക്ക് ഈ അമ്മയുടെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്വന്തം ഭർത്താവിൻ്റെ അപ്രതീക്ഷിത മരണം അവരുടെ ആ ഫാമിലി എത്രത്തോളം പിടിച്ചു കുലുക്കി എന്നുള്ളത് അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഭാര്യയും 2 മക്കളും അത്രയും കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് അവർ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ അമ്മ പറയുന്നത് അതിന് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുമെങ്കിലും നമ്മൾ രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ട് മാത്രമേ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനോ ഒരു അഭിപ്രായം പറയാനോ പാടുള്ളൂ. ഇവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അവനവന് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. മറ്റുള്ളവരുടെ ഫീലിങ്സ് നമുക്ക് എപ്പോഴും ഒരു കഥയായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിട്ട് കണ്ടിരിക്കാൻ മാത്രമേ തോന്നൂ. അതിൽ വലിയ ഫീലിങ്സോ കാര്യങ്ങളോ തോന്നില്ല. അത് അവനവൻ അനുഭവിക്കുമ്പോൾ മാത്രമാണ് എത്രത്തോളം അത് ഡെപ്ത് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ ഈ അമ്മ പറയുന്നത് കല്യാണം, അതായത് 17 വർഷം മുന്നേ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് 2ാം നാൾ ഇവർ സിനിമക്ക് പോയി, വീട്ടിലേക്ക് വരാതെ സിനിമക്ക് പോയി. പിന്നെ മരുമകൾ കുളിക്കാതെ മേക്കപ്പ് ഇട്ടിട്ട് നടക്കുകയാണ് ചെയ്യുക. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു 2-3 വർഷം ആകുമ്പോഴേക്കും ഇവർ വാടക വീടെടുത്ത് മാറി. ഇതൊക്കെയാണ് ഈ അമ്മായിയമ്മ പറയുന്ന കാര്യങ്ങൾ. സ്വന്തം മകൻ മരിച്ചിട്ട് ആകെ 2 ആഴ്ച മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു സമയത്തിൽ ഈ മരുമകളെ കുറ്റം പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കാനാണ് ഈ അമ്മ ഇത്രയും തിരക്ക് കൂട്ടുന്നുണ്ടായത്. തൻ്റെ മകൻ മരിച്ചതിനെ പറ്റി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഈ അമ്മ പറയുന്ന ഈ കാര്യത്തോടൊക്കെ നിങ്ങൾക്ക് യോജിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കാരണം കല്യാണം കഴിഞ്ഞ് 18ാം വയസ്സിൽ ഇവർ ആ വീട്ടിലേക്ക്, മരുമകൾ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ 18 വയസ്സിലൊരു കുട്ടിക്ക് എന്ത് അറിവാണ് ഉണ്ടാവുക? കാരണം നമ്മളൊക്കെ 18 വയസ്സിൽ നമുക്ക് എത്രത്തോളം അറിവുണ്ടായിരുന്നു, ആ ഒരു അറിവ് തന്നെയല്ലേ അവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ അമ്മ ഈ ഒരു വയസ്സിൽ ഇന്നലത്തെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നുണ്ടായത്. ഈ ഇൻ്റർവ്യൂ ഒക്കെ കേട്ട് എനിക്ക് മനസ്സിലായത് ആ ഒരു മകൻ്റെ മരണത്തിലുള്ള ആ ഒരു സങ്കടമല്ല ആ അമ്മ പ്രകടിപ്പിക്കുന്നത്. തൻ്റെ മരുമകളോടുള്ള വെറുപ്പ് മാത്രമാണ് ഈ ഇൻ്റർവ്യൂവിൽ മൊത്തം പറയുന്നത്.
തൻ്റെ മരുമകൾ കുളിക്കാറില്ല, നനക്കാറില്ല, ചുമ്മാ മേക്കപ്പ് ഇട്ട് രാവിലെ തന്നെ റെഡിയായി ഇരിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഈ ഇൻ്റർവ്യൂവിൽ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും വയസ്സുള്ള, ഇത്രയും മെച്യൂരിറ്റിയുള്ള, അല്ലെങ്കിൽ ഇത്രയും ജീവിതാനുഭവമുള്ള ഈ അമ്മ ഈ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തൻ്റെ മരുമകൾ കുളിക്കാറില്ല, നനക്കാറില്ല, മേക്കപ്പ് വിട്ട് വന്നിരുന്ന് ചുമ്മാ വീഡിയോ ചെയ്ത് വായിട്ടലക്കും എന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. വായിട്ടലച്ച് കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബിൽ വല്ല 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. തൻ്റെ മകനും കുടുംബത്തിനും അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ മക്കൾക്ക് ഒരു 10 പൈസ നല്ല രീതിയിൽ വരുന്നതിന് ഈ അമ്മ എന്തിനാണ് ഇത്ര അസൂയപ്പെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പൊതുവേ ചില അമ്മായിയമ്മമാർക്കുള്ള ഒരു അസുഖമാണ് മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അധീനതയിൽ നിന്നും എവിടേക്കും പോകാൻ വേണ്ടി പാടില്ല. പക്ഷേ അമ്മമാർ അല്ലെങ്കിൽ അമ്മായിയമ്മമാർ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. തങ്ങളെപ്പോലെ തന്നെ തങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ തങ്ങളുടെ മകനും മകൻ്റെ ഭാര്യയ്ക്കും അവരുടേതായ ഒരു ലൈഫ് ഉണ്ട്. അതൊരിക്കലും നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടി പാടില്ല. ഓരോ ആൾക്കാർക്കും ഓരോ ലൈഫില്ലേ, അത് അവരവരെ ജീവിച്ച് തീർക്കേണ്ട കാര്യമല്ലേ. അത് നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അടയ്ക്കായാൽ മടിയിൽ വെക്കുക, അടക്കാൻ വരായാലും മടിയിൽ വെക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആ ഒരു തത്വം മനസ്സിൽ ഓർമ്മിക്കുക. മകനും മരുമകളും അടിയുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു എന്ന് വലിയ കാര്യത്തിൽ ഈ അമ്മ എടുത്ത് പറയുന്നുണ്ട്. കുടുംബജീവിതം ആകുമ്പം അടിയും വഴക്കും ഒക്കെ ഉണ്ടാവും. അല്ലാതെ ഫുൾ ടൈം സ്നേഹം മാത്രമായിരിക്കില്ല ഒരു കുടുംബത്തിലുണ്ടാവുക. അതല്ലെങ്കിൽ പിന്നെ അഭിനയം മാത്രമായി പോവില്ലേ. എപ്പോഴും സ്നേഹിച്ചിരിക്കാൻ വേണ്ടി പറ്റുമോ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സ്നേഹം നടിച്ചിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇതൊക്കെ ഈ അമ്മായിയമ്മമാർ കാണുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ തലമുറ എല്ലാവരും വേറെ വേറെ മാറി താമസിക്കണമെന്ന് പറയുന്നത്. ഈ അമ്മ ഇവർ വാടക വീടെടുത്ത് മാറിയത് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആരാണ് കല്യാണം കഴിച്ച് മാറി താമസിക്കാത്ത ആൾക്കാർ ഉള്ളത്? ഇന്നത്തെ കാലത്ത് സെലിബ്രിറ്റീസ് വരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ മാറി താമസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും അവരവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. അതിൽ നിന്ന് താമസിക്കാൻ അല്ലെങ്കിൽ അതിലൂടെ പോകാനാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ മൊത്തം ഈ അമ്മ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കംപ്ലീറ്റ് ഈ മരുമകളെ കുറ്റം പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. ഈ ഒരു ഇൻ്റർവ്യൂയുടെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. കാരണം കറക്റ്റ് ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഈ അമ്മക്കറിയില്ല. എന്തുകൊണ്ട് മകൻ മരിച്ചു, എങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ അതൊന്നും അറിയില്ല. കാരണം ഗൾഫിൽ നിന്നുള്ള മരണമല്ല. ഈ അടുത്ത കാലത്തൊന്നും മകൻ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ അമ്മയുടെ ഇൻ്റർവ്യൂ എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരെ കരിവാരി തേക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമായിരിക്കും. അറിയാത്ത കാര്യങ്ങൾ ആ അമ്മ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളും ഇതുപോലുള്ളൊരു വീഡിയോ ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആ ഒരു കുടുംബത്തെ, ഈ ഒരു അമ്മയും മക്കളെയും കരിവാരി തേച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നത്. മരിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ജീവിക്കാനാണ് പാട്. ശരിക്കും പറഞ്ഞാൽ മരണം ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടാണ്. എന്ത് വിഷമോ സങ്കടമോ ഉണ്ടെങ്കിൽ അതൊരു നിമിഷം ആരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ആൾ എന്തിനാണ് മരിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും മരിച്ച ആൾ മരിച്ചു. ഇനിയിപ്പം ഇവരെ നമ്മൾ കുറ്റം പറയാതിരിക്കുക. എന്താണ് കാരണം ഒന്നും നമുക്കോ അവർക്കോ ആർക്കും അറിയില്ല. അറിയാത്തിടത്തോളം കാര്യം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. അവരുടെ ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നമുക്ക് ആർക്കും അറിയില്ല. അവർക്ക് മാത്രമേ അവരുടെ മാനസികാവസ്ഥ അറിയുള്ളൂ. കാരണം അവരുടെ ഇപ്പോഴത്തെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ മാത്രമാണ്. അവരുടെ ഗൾഫിൽ നിന്നുള്ള വരുമാനം നിലച്ചു. ഇനി അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് പറ്റാവുന്നത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുക, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യം അറിയാതെ വിമർശിക്കുന്നവരോട് കാര്യം അറിഞ്ഞിട്ട് മാത്രം അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക.